ഇനി നമ്മൾ പരിചയപ്പെടുന്ന കണക്ക് എപ്പോഴും പരീക്ഷയ്ക്ക് 2 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് നമ്മൾ കഴിഞ്ഞ വർഷം ഫോമുല പഠിച്ചിട്ടുണ്ട്. എന്താ മോഡല് 2 sin a cos b ഫോമുല പഠിച്ചിട്ടില്ലേ? അപ്പം എങ്ങനെയാണ് വരുന്നത്? sin a + b - sin a - b എന്ന് വരും. ആ മോഡലിലേക്ക് നമുക്ക് മാറ്റണമെങ്കിൽ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ഡിവൈഡ് ചെയ്യാൻ വേണം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നു, ഡിവൈഡ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഡിവൈഡ് ചെയ്യുന്ന 2 നമുക്ക് വെളിയിലോട്ട് കൊടുക്കാം. ഇന്റഗ്രലിനകത്ത് 2 sin 2x cos 3x dx എന്ന് മാറ്റാം. ഇനിയിപ്പോൾ ഫോമുല മോഡലായി. ഇതിനെ മാറ്റുമ്പോഴത്തേക്ക് 1/2 അതുപോലെ എഴുതുന്നു. ഇന്റഗ്രലിനകത്ത് രണ്ടും കൂടി ആഡ് ചെയ്ത് 2x ഉം 3x കൂടി ആഡ് ചെയ്ത് sin of 5x sin 5x മൈനസ് രണ്ടും കൂടി മൈനസ് ചെയ്ത് 3x നിന്ന് 2x പോയി. അപ്പോൾ sin x ഓക്കെ dx. ഇനി രണ്ട് ടേം ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ വരുന്നു 1/2 അതുപോലെ എഴുതുന്നു, ബ്രാക്കറ്റ് കൊടുക്കുന്നു, ഇന്റഗ്രൽ sin 5x മൈനസ് ഇന്റഗ്രൽ sin x dx. ഓക്കെ, ഇനി ഇന്റഗ്രൽ പറഞ്ഞോ. sin 5xന്റെ ഇന്റഗ്രൽ എന്താ വരുന്നത്? മൈനസ് കോസ് 5x/5. അപ്പോൾ വരുന്നു 1/2 അതുപോലെ ഇന്റഗ്രൽ ബ്രാക്കറ്റിനകത്ത് sin 5xൻ്റെത് മൈനസ് കോസ് 5x/5 മൈനസ് sin xൻ്റെത് മൈനസ് കോസ് x. ഓക്കെ, ബൈ 1 എന്ന് പറഞ്ഞാൽ അത് തന്നെ പ്ലസ് ഇന്റഗ്രൽ സൈൻ കഴിഞ്ഞതുകൊണ്ട് സീറ്റ്. ഓക്കെ, ഇനി നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ വരുന്നു എന്താ 2 × 5 എന്ന് പറഞ്ഞാൽ 10 ആണ്. അത് മൈനസ് ടൈം മറ്റേ പ്ലസ് ടൈം. പ്ലസ് ടൈം നമുക്ക് ആദ്യം എഴുതാം. അപ്പോൾ എന്താ വരുന്നത്? 1/2 കോസ് എക്സ് മൈനസ് 1/10 കോസ് 5x പ്ലസ് സി ഈസ് ദ ആൻസർ. മൈനസ് ടൈം രണ്ടാമത് എഴുതി, പ്ലസ് ടൈം ആദ്യം എഴുതി. തിരിച്ചെഴുതിയാൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, താങ്ക് യു.